കുവൈറ്റ് ഉസ്താദിന് എന്നാ പണിയാണെന്നാ പറഞ്ഞേ? വെള്ളമടി. വെള്ളമടിയോ? അവിടെ ഒന്നും പാടില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ആര് പറഞ്ഞു? അവിടെ കൂടുതലും വെള്ളമടിക്കുന്നത് മലയാളികളാണല്ലോ. എത്ര പേരെ നമുക്കറിയാമെന്നറിയോ? നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ഒരു 7-7:30 വരെ നിർത്താതെ ഒരേ അടിയാ. ഇങ്ങനെ തുടരെ അടിച്ചാ കാഞ്ഞു പോകത്തില്ലേ? എന്ന് വെച്ച് അടിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഞാൻ വെള്ളം അടിച്ചില്ലെങ്കിൽ അവന്മാർ എന്നെ എടുത്തിട്ട് അടിക്കും. ഇങ്ങനെ വെള്ളമടിച്ചല്ലേ ഞാൻ സുക്കാ പൈൽവാനായി പോയത്. അതെന്താ നിങ്ങളെ കൊണ്ട് വെള്ളം അടിപ്പിക്കണമെന്ന് അറബികൾക്ക് ഇത്ര വാശി? വാശിയല്ല, നമ്മള് ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുത്താലല്ലേ അവർക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടുള്ളൂ. അപ്പോ ടാങ്കറിൽ വെള്ളം അടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? പിന്നെ അല്ലാതെ. ഞാൻ വിചാരിച്ചു സ്മോൾ അടിക്കുന്ന കാര്യമാണെന്ന്. സ്മോൾ ആദ്യമൊക്കെ കാറാമല്ലേ. എടാ ഉസ്താദേ, നീ ആ റോട്ടിൽ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിരുന്നേ. ഇവിടുത്തെ പൈപ്പിൽ വെള്ളമില്ല. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ, വെള്ളടിക്കാൻ വന്നതല്ല. നിന്നോട് വെള്ളടിക്കാനല്ലേ പറഞ്ഞേ? ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ കുവൈത്തിൽ ടാങ്കറിൽ വെള്ളം അടിച്ച് നടന്നവനാ. അത് പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇനി ഇവിടുന്ന് വെള്ളം അടിക്കാൻ പറഞ്ഞാലല്ലോ അത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലേ തന്നെത്താനെ പോയി കോരണം. ഡ്രൈവർമാരുടെ ഡ്യൂട്ടി അല്ല വെള്ളം കോരലും മരകോട്ടിലും ഒക്കെ. നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നൊക്കെ ഇടാവളം വിളിക്കുന്നത്. ചെറുപ്പക്കാരായുള്ള നമ്മളോട് പറയും പോലെ പ്രായം ചെന്നവരോട് പറഞ്ഞ അവർക്ക് രസിക്കോ? കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും യൂണിയൻ അല്ലേ? വാടാ, ഞാൻ കളി പഠിപ്പിച്ചാരാടാ. എടാ സർദാർജീനെ വരച്ച വരെ നിർത്തിയോളാടാ ഈ ഖത്രീന്. പിന്നെ 2 ചോട്ടകള് പാകല്ലോ. അതെന്നാ പറഞ്ഞിട്ട് പോയത്? നമുക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് ഞങ്ങൾക്കല്ല, നിങ്ങളുടെ തള്ളക്കാ. എന്താണ് കുത്തേ? പാകൽ തുമാരി മാഹേ ഓർ ഏക് ബാർ ബുലാഹേത്തോ നിന്റെ പല്ലടിച്ച് ഞാൻ കൊഴിക്കും. എന്താണ് ഒന്നും ഉണ്ടാത്തത്? കാണിച്ചെഴുതാൻ ബുദ്ധി ഹിന്ദി മേ ഗാലി ദേത്താ ഹൈ. ധൈര്യം മലയാളം പോലോ ദേഖേഗാ. ബന്ദർ ബന്ദർ കി ബച്ചി കൊരങ്ങത്തി കൊരങ്ങത്തി. ശരിയാക്കണം. നീ എന്ത് മനസ്സിലാക്കി? വിട്ടില്ല. എന്റെ മാതാവേ എനിക്ക് വയ്യായേ. എന്റെ ഈശോ, എന്റെ അമ്മേ എനിക്ക് വയ്യേ. എടത്തി, പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇല്ല റോയി കുഞ്ഞേ, ഇതെന്നെയും കൊണ്ടേ പോവുള്ളെന്ന് തോന്നണേ. പേടിച്ച് പനി വന്നല്ലേ? ആ ഉസ്താദ് ആളാരാണെന്ന് അറിയാവോ? കുവൈത്തിൽ ഹിന്ദിയിലൊക്കെ കവിത എഴുതിയ ആളാ. അയാളോടൊക്കെ എന്തിനാ ഉടക്കാൻ പോകുന്നത്? മരുന്നൊല്ലും വാങ്ങണം. എന്നത്തിനാ കുഞ്ഞേ? മരുന്നൊന്നും വേണ്ട. റോയി കുഞ്ഞിന്റെ കയ്യിൽ ബ്രാൻഡി ഇരിപ്പുണ്ടോ? എന്നാത്തിനാ? കുരുമുള ഇട്ട് 2 പെഗടിച്ചാ പനിയൊക്കെ അങ്ങ് മാറും. മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? സാരമില്ല, കിടന്നട്ടെ, കൊണ്ടുതരാം. വേഗം കൊണ്ടുവരണേ. ഇവിടെ ഇരിക്കുന്നു. എന്നതാ കുപ്പി. ഇപ്പൊ എവിടെ എടുത്തോണ്ട് പോകുന്നു? കത്തിരണ്ട് ചേട്ടത്തേക്ക് പനിയാ. 2 പേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനാ? റോയിച്ച, എനിക്കൊരു സംശയം. എന്നതാ? ഈയിടെയായിട്ട് റോയിച്ചിനി 2 പെഗ് എന്നുള്ളത് കൂട്ടുന്നുണ്ടോന്ന്? അയ്യേ, എന്താ രണ്ടുപേരും കൂടെ കിച്ചണിൽ കയറിയിരിക്കാ? എന്നതാ കയ്യില്? കുറച്ച് പായസം. അയ്യോ, പായസം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. ഷൈനി പറഞ്ഞു. ഇന്നെന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല, വെറുതെ ഉണ്ടാക്കിയതാ. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടാ. അല്ലേലും ഈ ക്രിസ്ത്യാനിയൊക്കെ ഇറച്ചിയും മീനും അല്ലാതെ വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ഈ ട്യൂഷനിലേല് തൊടുകറിയൊക്കെ വെച്ച് ഈ പഴം, പപ്പടം, പായസം ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ഊണുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വല്ലോ ഇവക്കറിയാവോ? ഞാൻ കണ്ടില്ലേ പച്ച അരച്ചിട്ട് മൊരിക്കുന്നത്. ഓണം വരട്ടെ. ശ്രീദേവി, ഇത് വെറുതെ സുഖിപ്പിക്കാൻ പറയുന്ന കേട്ടോ. ഏയ്, ഞാനുള്ളത് പറഞ്ഞ. ഞാൻ വരട്ടെ. കണ്ടോടി, എനിക്ക് പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഉണ്ടായിക്കൊണ്ട് വന്നത്. അവള് മുമ്പും അങ്ങനെയാ. ഹോസ്റ്റലിൽ വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ഉണ്ടായിക്കൊണ്ട് വരും. അങ്ങനെയാണോ? അതെവിടെ വയ്ക്ക്. ആ തേങ്ങ ഒന്ന് ചെരുവേ. തേങ്ങ തിരിങ്ങാനോ? അല്ലെങ്കിൽ മീനൊന്നും കണ്ടിക്ക്. തേങ്ങ തിരിങ്ങാം. അതായിരിക്കും. എവിടെ തേങ്ങ? ഇതെന്നാ ഉറക്ക? റോയിച്ച, 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 മണി എത്രയെന്നറിയോ? എന്നാ കാപ്പി.
എന്നാ നോട്ടോ ഇത്? റോയിച്ച വേണ്ട, വേണ്ട റോയിച്ച, വേണ്ട റോയിച്ച, വേണ്ട, ശ്ശോ, വേണ്ട. ചേട്ടത്തി, ഒരു കപ്പ് കാപ്പി കൂടി. ആർക്ക്? റോയിച്ചനാ. കാപ്പിയല്ലേ ഇപ്പൊ കൊണ്ടുപോയത്? കാപ്പി മറിഞ്ഞുപോയി. മറിയും മറിയും. ലോകത്താരും കല്യാണം കഴിക്കാത്ത പോലെ ഇങ്ങനെയുണ്ട് ഒരു ഭ്രാന്ത്. വരട്ടെ. എന്തു പറ്റി പിന്നെ? കാപ്പി പിന്നെയും മറിഞ്ഞു വീണു. ആഹാ, ഇനി മറിയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങത്താ, ഇങ്ങോട്ട് താ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. എങ്ങനെയുണ്ട് ഒരു മറച്ചില്? ഞങ്ങൾ ഫിഷ് ഒന്ന് നോക്കിട്ട് വരാം. പാടി വാ. മീനൊക്കെ ഞാൻ ഒന്ന് വാങ്ങിച്ചോളാം. വേണ്ട വേണ്ട, ഇത് വേണോ? ഞാൻ കൊഞ്ചുണ്ടോ നോക്കാം. നല്ല നോക്കി മേടിച്ചു. വേണ്ട, വാ. അതൊന്നും എടുത്തേ. ഒന്നാണ് ചേച്ചി, 1-ാം ക്ലാസ് മീനാ. പിടയ്ക്കുന്ന മീനാ, ഇപ്പൊ പിടിച്ചിട്ടേ ഉള്ളൂ. 1-ാം ക്ലാസ് മീൻ വൈകട്ടെ. ചേച്ചി, ഈ മീൻ വില കുറച്ച് തരാം. ഇവിടെ 1-ാം ക്ലാസ് മീനാ. ഇത് നോക്കൂ. മീനെന്താ വില? അതിന് 15 രൂപ. പെമ്പിളിരിക്കുന്ന കണ്ണ് കണ്ടൂടെ? മാർക്കറ്റ് ആവുമ്പോ തട്ടേത് മുട്ടേന്നൊക്കെ ഇരിക്കും. വേണ്ട വേണ്ട. ഈ മീൻ എന്താണോ വില? അതിന് 25 രൂപ. അതിന് 5 രൂപ. വെറുതെ കിട്ടാൻ പറ്റില്ലല്ലോ. ആലവലാതി. ഓ, എന്തൊരു മുട്ടാവും മുട്ടിയത്. കൊഞ്ചില്ല. അതെ, ഞങ്ങളെടുത്ത് എപ്പോഴും ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ? ആ ബ്ലാക്ക് ഷർട്ട് നോക്കണ്ട, ഇവിടെ എങ്ങനെ ഇടിച്ചിട്ട് പോയി. ഓഹോ, നിങ്ങൾ മേടിച്ചോ, ഞാൻ ഇപ്പൊ വരാം. എടോ, മീൻ കറക്റ്റ് വില പറഞ്ഞ കിട്ടാ. കുറയ്ക്കാൻ പറ്റത്തില്ല, പറഞ്ഞ വില. സ്ത്രീകളെ ഞോണ്ടുകയും പിറ്റിയൊക്കെ ചെയ്യുന്ന പഴയ നമ്പരാണ്. പുതിയ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാ എനിക്കും കൂടെ പഠിക്കാമല്ലോ. താനാരാ ചോദിക്കാൻ? ശരിയായിട്ടുള്ള ആള് തന്നെ, അതെന്റെ വൈഫാ. ഫീസ് വേണം അല്ലേ? വഴക്കുണ്ടാകണ്ട. വഴക്കൊന്നുമില്ല. ഒരു സെക്കൻഡ്, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. റോയിച്ച, റോയിച്ച.